വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിൽ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡയറക്ടർ മാറിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന രീതിക്ക്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അതായത് ഉപ്പും മുളകും ബാലു ഏറ്റവും കൂടുതൽ മാറ്റം വന്നിരിക്കുന്ന ആ ഒരു ക്യാരക്ടർക്ക് തന്നെയാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഉപ്പുമുളകും സീസൺ 1 ആ ഒരു പവറിലേക്ക് ബാലു എന്നൊരു ക്യാരക്ടർ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സീസൺ 1 കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ബാലു ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ, അതായത് ബാലു ഇപ്പോൾ ഒരു ടൈലറായിട്ട് വരികയാണെങ്കിൽ കറക്റ്റ് അതേ ഒരു ഗെറ്റപ്പിലേക്ക് ബാലു അതേ വേഷമൊക്കെ കിട്ടിയിട്ടായിരിക്കും ബാലു ചെയ്യുക. അതേപോലെ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വന്നാൽ തനി തമിഴനായിട്ട് ബാലു വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യും. 2-3 എപ്പിസോഡിന് ബ്രോക്കർ എന്നൊരു വേഷം ഇട്ടാൽ ശരിക്കും ബ്രോക്കറായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു എപ്പിസോഡുകൾ കുറേ ഉണ്ടായിരുന്നു. അതായത് ബാലു ഓരോരോ വേഷം കെട്ടിയിട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്രത്തോളം ഓഡിയൻസ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ്. ഉപ്പുമുളകിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, അതായത് ബാലു അല്ലാതെ ബാക്കി നീലും പിള്ളേരും ഇവർക്കടക്കം ഇങ്ങനത്തെ ഒരു വേഷമാറ്റമുള്ളൊരു ക്യാരക്ടേഴ്സ് അധികം വന്നിട്ടില്ല. പക്ഷെ ബാലുവിന് വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടറും ബാലു അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർ സാർ തന്നെ ഒരു ഷോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം വേഷപ്പകർച്ച നൽകിയ വേറൊരു ആക്ടർ ഉണ്ടാവില്ല. അത്രയും എപ്പിസോഡിൽ 1000-ഓളം എപ്പിസോഡിൽ 1000-ഓളം വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള വേറൊരു ആക്ടർ ഉണ്ടാവില്ല എന്ന രീതിക്ക് ശ്രീകണ്ഠൻ നായർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരും കൊണ്ടും പ്രശംസിച്ച കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു അതെല്ലാം. ഫോർ എക്സാമ്പിൾ മൊട്ട ബാലു ആയിട്ട് സീസൺ 1 വന്നൊരു ഗുണ്ടയായിട്ട് നടക്കുന്നതും ഒരു സുപ്രഭാതത്തിൽ ബാലു പെട്ടെന്ന് ചെറിയ കുട്ടിയാവുന്നത് പോലത്തുള്ള ആക്ടിങ് കാണിക്കുന്നതും ഒക്കെ അടിപൊളിയായിട്ട് ബാലു പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സീസൺ 1 അവസാനിക്കുന്ന വരെയും ബാലു അങ്ങനെ ഒരുപാട് വേഷപ്പകർപ്പുകൾ ഉപ്പുമുളകിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ആ എപ്പിസോഡുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു എന്നുള്ളത് നമ്മൾ വിറ്റ്നസ് ചെയ്തതാണ്. അങ്ങനെ എനിക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് സീസൺ 2 ആരംഭിക്കുമ്പോൾ ഒരു നോർമൽ എപ്പിസോഡുകൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാലു ഇങ്ങനെ വേഷം കെട്ടുന്നത് പോലത്തെ എപ്പിസോഡുകളൊന്നും തുടക്കത്തിൽ വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സീരിയൽ സമയത്ത് 1-2 എപ്പിസോഡുകൾ ഈ തേൻ വിൽക്കാൻ കഴിയുന്ന ആളായിട്ടൊക്കെ ബാലു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്രത്തോളം അപ്രീസിയേഷൻ കിട്ടിയതുമാണ് ബാലുക്ക്. പക്ഷേ എന്നാലും ഒരു 5-ന്റെ ഉള്ളിൽ എപ്പിസോഡുകൾ മാത്രമേ ബാലു ഈ വേഷപ്പകർച്ച നൽകുന്ന എപ്പിസോഡുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ക്യാരക്ടർ ചെയ്ത് അല്ലെങ്കിൽ ബാലു ഒരു സ്ഥലത്തേക്ക് പോയാൽ ആ ഒരു സ്ഥലത്തെ ആളെ പോലെ പെരുമാറുന്നതും അങ്ങനത്തെ എപ്പിസോഡുകൾ ഈ സീസൺ 2 കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു. ഈ അടുത്തൊന്നും അങ്ങനത്തെ എപ്പിസോഡുകൾ വന്നിട്ടേ ഇല്ല എന്ന് പറയാം. പക്ഷേ ആ ഒരു കണ്ടൻറ്റും ഉപ്പുമുളകിലോട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബാലുവിൻ്റെ അതുപോലത്തെ വേഷപ്പകർച്ചകളൊക്കെ ഇപ്പോൾ ഉപ്പുമുളകിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ തന്നെയാണ്. ബാലു ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ആനപ്പാപ്പാനെ പോലെയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ പ്രൊമോ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രത്തോളം ആപ്റ്റായിട്ടുണ്ട് ബാലു ആ ഒരു ഗെറ്റപ്പിൽ. അതായത് ആ മുട്ടയടിച്ച് കയ്യിലൊരു വടിയും വെച്ച് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ബാലു ശരിക്കും ഒരു ആനപ്പാപ്പനെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ക്യാരക്ടറും പെട്ടെന്ന് സ്യൂട്ടാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ബാലു. ബാലുവിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഡയറക്ടേഴ്സും. പക്ഷേ ഈ സീസൺ 2 ആരംഭിച്ച് കുറച്ച് അങ്ങനത്തെ വേഷപ്പകർച്ചകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരിച്ചു വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സഡനായിട്ട് ഡയറക്ടർ മാറി തന്നെ ആയിരിക്കണം. ഡയറക്ടർ ഇപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാലുവിനെ കൊണ്ട്. ഉണ്ണി സാർ കുറച്ചായിട്ട് അങ്ങനത്തെ വേഷപ്പകർച്ചകളൊന്നും ബാലുവിനെ കൊടുത്തുകൊണ്ടിരുന്നില്ല. ഇപ്പോൾ രാജേഷ് ചേട്ടൻ വന്നിട്ട് ഇപ്പോൾ വീണ്ടും അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് ഉപ്പുമുളകും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു ക്രെഡിറ്റ് എന്തായാലും ഡയറക്ടർക്ക് ഉള്ളത് തന്നെയാണ്. നമ്മുടെ ചാനലിൽ പോൾ ഇട്ടുണ്ടായിരുന്നു, ഏത് ഡയറക്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന രീതിക്ക്. അതിൽ ഓൾമോസ്റ്റ് 91% ഓഡിയൻസ് പറഞ്ഞിരിക്കുന്നത് രാജേഷ് ചേട്ടൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം വിശ്വാസം ഈ കുറഞ്ഞ കാലയളവിൽ കൊണ്ട് രാജേഷ് ചേട്ടൻ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇനിയിപ്പോൾ എല്ലാ എപ്പിസോഡിലും നമ്മൾ വെക്കുന്നുണ്ട്. അത് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ ബാലു ഇത്ര നാളും ഇട്ട വേഷത്തിൽ ഏത് വേഷമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.